ഭരണഘടനാ ഭേദഗതിയടക്കം 3 ബില്ലുകൾക്കുമെതിരെ വോട്ട് ചെയ്യാൻ പ്രതിപക്ഷം 50% സീറ്റ് വർധന എന്ന ഫോർമുലയും പ്രതിപക്ഷം തള്ളി. നിലവിലുള്ള 543 മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. 2023 വനിതാ സംവരണ നിയമം പ്രാബല്യത്തിൽ വരുത്തിയ നടപടി പ്രതിപക്ഷം ചോദ്യം ചെയ്തു. വൈകിട്ട് 4 മണിക്ക് ബില്ലുകൾ വോട്ടിനായി ഇടും. 3/2 ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ഭേദഗതി ബില്ല് പരാജയപ്പെട്ടേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റ് ബില്ലുകൾ വോട്ടിനിടാൻ ഇടയില്ല. വിഷ്ണു പ്രസാദ് ഡൽഹിയിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. വിഷ്ണു, അങ്ങനെ രാജ്യം ഉറ്റുനോക്കുക പാർലമെന്റിലേക്ക് വൈകിട്ട് 4 മണിക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന? പ്രതിപക്ഷം സമാനതകളില്ലാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഉച്ച സ്വരത്തിൽ തന്നെ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. 143 എന്ന നിലവിലെ ആ മണ്ഡലം പുനർനിർണ്ണയിക്കണം, ആ നിലയിലുള്ള സംവരണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം ഒരു 3/2 ഭൂരിപക്ഷം എന്ന സാധ്യമല്ല നിലയിലേക്ക് ഉള്ള കാര്യങ്ങൾ അത് ഭരണപക്ഷത്തിന് ബോധ്യപ്പെടുകയാണെങ്കിൽ 4 മണിക്ക് എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് വിഷ്ണു? പ്രജീഷ്, ഭരണപക്ഷത്തിന് ഇക്കാര്യം ഇപ്പോൾ തന്നെ ബോധ്യപ്പെട്ടു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം അല്പസമയം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ മുഴുവൻ അംഗങ്ങളോടും ഈ വനിതാ സംവരണം നടപ്പാക്കാനുള്ള ഈ ബില്ലുകൾ പാസ്സാക്കാൻ സഹായിക്കണം അല്ലെങ്കിൽ വോട്ട് ചെയ്യണമെന്നാണ് പ്രധാനമന്ത്രി എക്സിലെ പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴത്തെ നിലവിലെ ഒരു അംഗബലം അനുസരിച്ച് ലോക്സഭയിൽ ഈ ബില്ല് പാസ്സാക്കിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുകയില്ല. പ്രത്യേകിച്ച് 3/2 ഭൂരിപക്ഷം ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ നിലവിൽ അതിന് തക്ക ശേഷി ഇപ്പോൾ എന്തായാലും NDAക്ക് പാർലമെന്റിനകത്തില്ല. അതേസമയം പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ നിലപാടിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ KC വേണുഗോപാലും അതോടൊപ്പം തന്നെ പാർലമെന്റിൽ സംസാരിച്ച ശശി തരൂരും പറഞ്ഞത്. ശശി തരൂർ ഒരു പടി കൂടി കടന്ന് വിമർശിച്ചത് ഇത് രാഷ്ട്രീയ രംഗത്തെ ഡിമോണിറ്റൈസേഷൻ ആണ് എന്നാണ്. അതായത് വനിതാ സംവരണത്തിന്റെ പേരിൽ ഈ തിടുക്കപ്പെട്ടുകൊണ്ട് ഈ മണ്ഡല പുനർനിർണ്ണയം നടത്തുന്നതിന് വേണ്ടി എന്താണ് ഇത്ര ധൃതി കേന്ദ്ര സർക്കാരിന് എന്ന് ശശി തരൂർ ചോദിക്കുകയുണ്ടായി. കനിമൊഴി DMK MP ഈ വനിതകളെ ബന്ദിയാക്കിക്കൊണ്ട് ഇത്തരം ഒരു ബില്ല് പാസ്സാക്കി എടുക്കാൻ എന്തിനു ശ്രമിക്കുന്നു എന്ന് ചോദിക്കുകയുണ്ടായി. അങ്ങനെ വാക്തർക്കം ഉൾപ്പെടെയുള്ള ചൂടേറിയ ചർച്ചകൾക്കാണ് പാർലമെന്റ് 2ാം ദിനവും സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ചർച്ചകൾ അവസാനിക്കാൻ ഒരു 2 മണിക്കൂർ സമയം മാത്രമേ ബാക്കിയുള്ളൂ. 4 മണിയോട് കൂടി വോട്ടെടുപ്പ് നടക്കും. സ്വാഭാവികമായും ഭരണഘടനാ ഭേദഗതി ബില്ല് ആയതുകൊണ്ട് തന്നെ 3/2 ഭൂരിപക്ഷം ലഭിച്ചാൽ മാത്രമേ ഈ ബില്ല് പാർലമെന്റിൽ പാസ്സാക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിലെ ശക്തി അനുസരിച്ച് കേന്ദ്ര സർക്കാർ അത് സാധിക്കാതെ വരുന്നതോടെ ഇനിയുള്ള നീക്കം കേന്ദ്ര സർക്കാരിന്റെ നിയമപരമായും അതോടൊപ്പം തന്നെ സ്വാഭാവികമായും രാഷ്ട്രീയപരമായും ഒരു നീക്കം NDAയുടെ ഭാഗത്തു നിന്നും വിശിഷ്യ BJPയുടെ ഭാഗത്തു നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ ബില്ലിൽ തങ്ങളുടെ നിലപാട് ഇത് പരാജയപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ വോട്ടിനിട്ട് ഈ ആലോചന അല്ലെങ്കിൽ കൂടിയാലോചനകൾക്ക് ശേഷമൊക്കെ ഇത് 4 മണിയോടുകൂടി ശേഷം വോട്ടിനിട്ട് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കാം ഈ സർക്കാരിന് മുന്നിൽ ഇത് ഈ വിഷയം ചർച്ചയ്ക്ക് വിധേയമാക്കാൻ പോകുന്നത്? ഏത് നിലയ്ക്കായിരിക്കാം? മാത്രമല്ല ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് നമ്മൾ ശ്രദ്ധിച്ചുവല്ലോ. I would say to all members of parliament and keeping in mind the memory of your mother, sister, daughter, wife in your home എന്നടക്കം അഭ്യർത്ഥന നൽകുന്നു. വൈകാരികമായിട്ടുള്ള ഒരു നിലയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോവുകയാണ് പ്രധാനമന്ത്രി. അപ്പോൾ അത് ഏതൊക്കെ നിലയിലേക്കുള്ള ചർച്ചകൾക്ക് വരും ദിവസങ്ങളിൽ വഴിവെക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ എന്തൊക്കെ നീക്കങ്ങൾ മുൻകൂട്ടി NDAയുടെ ഭാഗത്തുനിന്നുണ്ടായേക്കാം വിഷ്ണു? പ്രജീഷ്, തീർച്ചയായും ഈ നീക്കം ആദ്യം മുതൽ തന്നെ അതിനൊരു രാഷ്ട്രീയ മാനം കൂടി നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയും BJPയും ഈ വനിതാ സംവരണം എന്ന വിഷയം മുന്നോട്ടെടുത്തിട്ടത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്ത സമയം എന്ന് പറയുന്നത് 2 സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ്. അത് തമിഴ്നാടും പശ്ചിമ ബംഗാളുമാണ്. ഈ 2 സംസ്ഥാനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഭരണപക്ഷത്തെ എതിർക്കുന്ന പ്രതിപക്ഷ നിരയിൽ ഏറ്റവും കൂടുതൽ MP-മാരുള്ള പ്രധാനപ്പെട്ട 2 പാർട്ടികളാണ് DMKയും തൃണമൂൽ കോൺഗ്രസും. അപ്പോൾ MP-മാർ ഏതെങ്കിലും തരത്തിൽ പ്രചരണവുമായി ബന്ധപ്പെട്ട് അതാത് സംസ്ഥാനങ്ങളിൽ കുടുങ്ങിപ്പോയാൽ തങ്ങൾക്ക് അപ്പോഴുള്ള അംഗബലം അനുസരിച്ച് ഇത് പാസ്സാക്കി എടുക്കാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടൽ BJPക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഈ ബില്ല് പരാജയപ്പെടുകയാണ് എങ്കിൽ അത് പ്രതിപക്ഷത്തെ സ്ത്രീവിരുദ്ധ നയമാണ് എന്ന് തുറന്നു കാണിക്കാനുള്ള ഒരു ശ്രമം കൂടി BJP നടത്തും. സ്വാഭാവികമായും ഇപ്പോൾ ഈ പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച ദിവസം തന്നെ പ്രധാനമന്ത്രി രാജ്യത്തെ വനിതകളെ പാർലമെന്റിലേക്ക് ക്ഷണിച്ചു. സുപ്രധാന ചരിത്ര നിമിഷത്തിന് സാക്ഷിയാവാൻ നിങ്ങളെല്ലാവരും വരണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ സന്ദർശക ഗ്യാലറി മുഴുവൻ വനിതകൾ നിറയുന്ന ഒരു സാഹചര്യം നമ്മൾ ഇന്നലെയും കണ്ടു. ഇന്നും സമാനമായ നിലയിൽ തന്നെയാണുള്ളത്. ഇന്നിപ്പോൾ ചർച്ചയ്ക്കെടുത്ത് വോട്ടെടുപ്പ് പൂർത്തിയായി അത്തരത്തിൽ പരാജയപ്പെടുകയാണ് എങ്കിൽ രാജ്യവ്യാപകമായി പ്രത്യേകിച്ച് ബംഗാളിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ ഈ ബില്ലിന്മേൽ പ്രതിപക്ഷം ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധത കാണിച്ചു എന്നൊരു പ്രചരണം BJP നടത്താനുള്ള എല്ലാ സാധ്യതയും നമുക്ക് മുന്നിലുണ്ട്. അത് തള്ളിക്കളയാനും സാധിക്കില്ല. അത് മാത്രമല്ല
ഇനി ഈ ബില്ലിൽ ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് പാർലമെന്റിൽ വോട്ടെടുപ്പിലേക്ക് എത്താതെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വേണമെങ്കിൽ സർക്കാരിന് കടക്കാം. അങ്ങനെയെങ്കിൽ ഈ ഒരു നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത കൂടി സർക്കാരിന് ആരായാം. വോട്ടിനിട്ട് ശരി വിഷ്ണു, നമുക്ക് കാത്തിരിക്കാം.